കണക്കുകൾ ഒരുപാടുണ്ടായിരുന്നു അയാൾക്ക് തീർക്കാൻ. കിട്ടിയ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിയപ്പോഴും അയാൾ പഴികേട്ടത് സ്ഥിരതയില്ലാത്തവൻ എന്ന ഒറ്റ പേരിലാണ്. 2024 T20 വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഒരു മത്സരം പോലും കളിക്കാൻ കഴിയാതെ അയാൾ ആ ബെഞ്ചിലിരിക്കുകയായിരുന്നു. അതിനുശേഷം തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോഴും അയാൾ മറ്റുള്ളവരുടെ പകരക്കാരനായിരുന്നു. എന്നിരുന്നാലും 2026 T20 വേൾഡ് കപ്പ് ടീം സെലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹമായിരുന്നു ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ്. എന്നാൽ ന്യൂസിലാൻഡുമായുള്ള പരമ്പര അദ്ദേഹത്തെ വീണ്ടും ബെഞ്ചിലേക്കിരുത്തി. സഞ്ജുവിന് പ്ലേയിങ് ലെവൽ ആവശ്യമില്ല എന്ന് പല മുതിർന്ന താരങ്ങളും കുറ്റപ്പെടുത്തി. സഞ്ജുവിന് പകരം ഇഷാൻ കിഷാൻ വിക്കറ്റ് കീപ്പറായി ടീമിൽ തുടരണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ പരിക്ക് മൂലം അഭിഷേക് ശർമ്മയ്ക്ക് നമീബിയക്കെതിരെ കളിക്കാൻ കഴിയാതിരുന്നതിനാൽ ടീം ഇന്ത്യക്ക് സഞ്ജുവിന്റെ സേവനം ആവശ്യമായി വന്നു. 8 ബോളിൽ 3 സിക്സറിന്റെയും 1 ബൗണ്ടറിയുടെയും മികവിൽ 22 റൺ നേടി മികച്ച തുടക്കം തന്നെ ഇന്ത്യക്ക് നൽകി. എന്നിരുന്നാലും അടുത്ത മത്സരത്തിൽ അഭിഷേക് തിരിച്ചു വന്നതോടെ സഞ്ജു വീണ്ടും ബെഞ്ചിലേക്ക് തടയപ്പെട്ടു. എന്നാൽ സിംബാബ്വെക്കെതിരെ വീണ്ടും ഇറങ്ങി 15 ബോളിൽ 24 റൺ നേടാനും സഞ്ജുവിന് കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ നിർണായക മത്സരമായ വെസ്റ്റ് ഇൻഡീസിനെതിരെ 50 ബോളിൽ 97 റൺ നേടി ഇന്ത്യയുടെ വിജയശില്പിയാവാൻ സഞ്ജുവിന് കഴിഞ്ഞു. അത് ഇന്ത്യൻ ടീമിന്റെയും സഞ്ജുവിന്റെയും കോൺഫിഡൻസ് അധികരിപ്പിച്ചു. അപ്പോഴും തന്റെ കഴിവിനെ അംഗീകരിക്കാൻ പല മുതിർന്ന താരങ്ങൾക്കും ഇന്ത്യൻ ആരാധകർക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സെമിയിൽ ആർച്ചർ അടങ്ങുന്ന ഇംഗ്ലണ്ട് നിരയെ തരിപ്പണമാക്കി 42 ബോളിൽ 89 റൺ നേടി വീണ്ടും ഇന്ത്യയുടെ പ്ലെയർ ഓഫ് ദ മാച്ച് ആകാൻ സഞ്ജുവിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഫൈനൽ പ്രതീക്ഷ സഞ്ജുവിൽ തന്നെയായിരുന്നു. 46 ബോളിൽ 89 റൺ നേടി ടീമിന്റെ ടോപ്പ് സ്കോറർ ആവാനും സഞ്ജുവിന് കഴിഞ്ഞു. പകരക്കാരനായി വന്ന് വെറും 5 മത്സരങ്ങൾ മാത്രം കളിച്ച് 321 റൺ നേടി ഇന്ത്യയുടെ ടോപ്പ് സ്കോററും സഞ്ജു സാംസൺ തന്നെയാണ്. 24 സിക്സറുകൾ മാത്രമാണ് സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്നും പിറവികൊണ്ടത്. നിർണായകമായ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരം വിജയിപ്പിച്ച് സെമിയിലേക്കും സെമിയിൽ നിന്ന് ഫൈനലിലേക്കും ഫൈനലിൽ നിന്ന് കിരീടത്തിലേക്കും നയിച്ചത് സഞ്ജു നീ തന്നെയാണ്. അർഹിച്ച പ്ലെയർ ഓഫ് ദ സീരീസും നേടിക്കൊണ്ട് ഈ വേൾഡ് കപ്പ് അറിയപ്പെടുക സഞ്ജുവിലൂടെ മാത്രം. അതെ, അയാളിന്ന് എല്ലാ കണക്കുകളും തീർത്തിരിക്കുന്നു.